കേരളത്തെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്താകമാനം വെറുപ്പ് പടർത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് കേരള സ്റ്റോറി. അതിന് രണ്ടാം പതിപ്പ് വരുന്നു. ആദ്യ പതിപ്പ് വന്നപ്പോൾ കേരളത്തിന്റെ ഒറ്റക്കെട്ടായ പ്രതിരോധം നാം കണ്ടതാണ്. ഇല്ലാത്തവ കേരളത്തെക്കുറിച്ച് വസ്തുതകളെ മുൻനിർത്തിയുള്ള സിനിമ എന്ന പേരിൽ അവതരിപ്പിച്ചു. കോടതി കയറിയപ്പോൾ സിനിമ ചില ഭാവനകൾ അതിലുണ്ട് എന്ന് വെക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നിർമ്മാതാക്കളോട്. 30,000 പേരെങ്കിലും ഇവിടെ നിന്ന് സിറിയയിലേക്ക് കടത്തപ്പെട്ടു എന്ന് ആദ്യം അവകാശപ്പെട്ടവർ 3 കേസേ ഉള്ളൂ എന്ന് പിന്നീട് തിരുത്തുന്നത് നാം കണ്ടു. അതിന് വലിയ പോരാട്ടം തന്നെ വേണ്ടി വന്നു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും കേരള സ്റ്റോറി 2 എന്ന പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സിനിമയുമായി വരുന്നു നോർത്ത് ഇന്ത്യയിലെ ഒരു സംവിധായകൻ. അദ്ദേഹം പറയുന്നത് ഇവിടെ ആളുകളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെല്ലാവരും കണ്ടു കാണും. ഒരു ബീഫ് താൻ ജന്മത്ത് കഴിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഹിന്ദു യുവതിയുടെ വായിലേക്ക് അങ്ങേയറ്റം നിർബന്ധിതമായ രൂപത്തിൽ മുസ്ലിങ്ങളായ കുറേ ആൾക്കാർ ബീഫ് കുത്തിക്കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടത് കേരളത്തിൽ നടന്നതാണ് എന്നൊക്കെയാണ് ഈ ചലച്ചിത്ര സംവിധായകൻ പറയുന്ന കാര്യം. സംസ്ഥാന സർക്കാരടക്കം കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന തലക്കെട്ടിൽ കേരളം ഒരു ഹെയ്റ്റിൻ്റെ, ഹിന്ദു വിരുദ്ധതയുടെ, തീവ്രവാദത്തിൻ്റെ, മതരാഷ്ട്ര ഇസ്ലാമിക രാഷ്ട്ര പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന് സ്ഥാപിക്കാൻ ഉള്ള പരിശ്രമം നടക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ മേലെ ചാരി എന്തു വെറുപ്പും എന്ത് വൃത്തികേടും എന്ത് വ്യാജവും പറയാൻ കഴിയും എന്ന ആത്മവിശ്വാസം നോർത്ത് ഇന്ത്യയിലെ സംഘ്പരിവാർ സംവിധായകർക്ക് കൈവന്നു ചേരുകയും ചെയ്യുന്നു. നാം ഇനിയും നിന്നു കൊള്ളണോ ഈ ചെണ്ടത്തല്ല്? നമുക്കെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയണം? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം CPIM-ൽ നിന്ന് PK ഗോപൻ, അഡ്വക്കേറ്റ് തുഹാനി MSF-ൽ നിന്നുള്ള അഭിഭാഷക, CNP ചെക്കുട്ടി നിരീക്ഷകൻ ഷാബു പ്രസാദ്, വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വറിനെയും പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിൽ അല്പസമയത്തിനകം. ആദ്യം ഷാബു പ്രസാദ്, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനപ്പുറം പോയി മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു ഹെയ്റ്റ് പ്രസരണമായി മാറി എന്ന് പൊതുവെ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ കേരളം മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്നത് ഈ ആളുകളുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നതല്ല, മറിച്ച് സന്തോഷത്തോടെ മനുഷ്യർ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് എന്നാണ് നാം വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ സിനിമ പരിധി കവിഞ്ഞ വർത്തമാനങ്ങളും ദൃശ്യങ്ങളുമാണ് പങ്കുവെക്കുന്നത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഓഡിയോ ഓക്കെ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആകപ്പാടെ കണ്ടത് നമ്മൾ ട്രെയിലർ മാത്രമാണ്. ആ ട്രെയിലർ മാത്രം കണ്ടൊരു സിനിമയെ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. അപ്പോ മറ്റൊന്ന് ഇവിടെ നമ്മളെപ്പോഴും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെ ഒരുപാട് വാചാലരാകുന്നവരാണ്. ഇത് ഒരു സിനിമയാണ്, ഇതൊരു ഡോക്യുമെന്ററി അല്ല, ഇതൊരു ചരിത്രരേഖയല്ല, അതിന്റെ ആ രീതിയിലുള്ള ആധികാരികതമായ ഒരു സംഭവം അല്ല. ഇതൊരു സ്വതന്ത്ര സൃഷ്ടിയാണ്. അപ്പോ അതിൻ്റെ അകത്ത് കലാകാരന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ഇനി ഒരു സിനിമ വന്ന് അത് 4 പേര് കണ്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചത് കൊണ്ട് മാത്രം അങ്ങ് താറുമാറായി പോകുന്നതാണ് കേരളത്തിലെ മതസൗഹാർദ്ദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ എന്ന് നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ കേരളത്തിലെ ഈ മതസൗഹാർദ്ദത്തിന് വാല്യൂ കൊടുത്തിട്ടുള്ളൂ എന്നുകൂടിയാണ് മനസ്സിലാക്കുക. അതാണ് ഇവിടെ. ഇനി മറ്റൊന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ആ ട്രെയിലർ ഇന്നാണ് ഞാൻ കണ്ടത്. അതായത് ഈ ബലമായി ബീഫ് കൊടുക്കുന്ന സംഭവം അത് കേരളത്തിലെ സംഭവം അല്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇൻഡോറിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസ് നടക്കുന്നുണ്ട്, കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കേസുമുണ്ട്. അതിനെയാണ് ആ രംഗത്തിന് ആധാരമാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അല്ലാതെ കേരളത്തിനെയാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. പിന്നെ മറ്റൊന്ന്, ഇവിടെ കേരളത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു, മനഃപൂർവ്വമായ ശ്രമം നടത്തുന്നു. ഓക്കെ, വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിക്കാം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ ഈ ചാനലിലടക്കം ഇവിടെ ഇരിക്കുന്ന പല പാനലിസ്റ്റുകളും അടക്കം പല പ്രാവശ്യമായിട്ട് എത്രയോ തവണയായിട്ട് ഇവിടെ നമ്മൾ നടത്തുന്ന മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. എന്താണ്? നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവനും ഭയങ്കര ഭയപ്പാടിന്റെ നിഴലിലാണ്. അവരെ മുഴുവൻ കൂട്ടത്തോടെ കൊല്ലാൻ പോകുന്നു, അവരുടെ പൗരത്വം നശിപ്പിക്കാൻ പോകുന്നു, അവരെ നാടുകടത്താൻ പോകുന്നു. അങ്ങനെ ഈ ഉത്തരേന്ത്യ, കേരളം ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം, ഇന്ത്യയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം എന്തോ ഒരു ഭീകരത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്.
ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നില്ലേ? ഇതേ ഇതേ അവകാശം മറ്റുള്ളവർക്കും ഉണ്ട് നിഷാദെ. അവരത് ചെയ്യുന്നു. ഏത് സ്വീകരിക്കണം, ഏത് സ്വീകരിക്കണ്ട, എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾക്ക് കേരളത്തിലെ ജനത തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ വ്യാജം പ്രചരിപ്പിക്കുന്നുണ്ടോ? വ്യാജം പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നരക തുല്യമാണ്, എന്തോ ഭീകര സാമ്രാജ്യമാണ് എന്നുള്ള രീതിയിൽ ആ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ നിങ്ങളടക്കമുള്ളവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചായാലും അല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് നാം മത താല്പര്യത്തെ മുൻനിർത്തിയുള്ള വ്യാജം പ്രചരിപ്പിക്കുന്നുണ്ടോ? ഇല്ലാത്ത സംഗതികൾ പ്രചരിപ്പിക്കുന്നുണ്ടോ? മത താല്പര്യത്തെ ചൊല്ലിയുള്ള വ്യാജമോ അങ്ങനെയൊന്നുള്ളതല്ല പറഞ്ഞത്. ഇവിടെ ഈ ഇന്ത്യയിൽ ഇന്നിപ്പോ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി ഭരിക്കുന്ന മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ മുസ്ലിങ്ങളെ മുഴുവനും അവർ തല്ലിക്കൊല്ലാൻ പോകുന്നു, ഓടിച്ച് ഇവിടെ എന്തോ ഒരു ആറ്റം ബോംബിട്ട് കൊല്ലാൻ പോകുന്നു. 20 കോടിയോളം വരുമെന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയായി ഇന്ത്യയിലേത്. ഞാൻ ചോദിക്കുന്നത് അതല്ല. നമ്മള് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വിമർശിക്കുന്നു. ഈ പാനലിരിക്കുന്ന ആൾക്കാരും വിമർശകരാണെന്ന് താങ്കൾ പറയുന്നു. വസ്തുതാവിരുദ്ധമായ വിമർശനം കേവലമായ നോർത്ത് ഇന്ത്യൻ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാജങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു നോർത്ത് ഹേറ്റ് നാം ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എന്നാ ഒരു ഉദാഹരണം പറയൂ. വ്യാജം പറഞ്ഞ് നോർത്ത് ഹേറ്റ് ഉണ്ടാക്കിയ ഒരു ഉദാഹരണം പറയൂ. ഇതിന്റെ അകത്ത് വരുന്ന കമന്റുകൾ തന്നെ നോക്കിയാൽ മതി, നിങ്ങളുടെ വാർത്തകൾ നോക്കിയാൽ മതി. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന, ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, 24 കോടി ജനങ്ങളുള്ള സംസ്ഥാനമാണ്. ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന, എല്ലാ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ഉൾപ്പെടുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നത് മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവിടെ അതൊരു മുസ്ലിം വിരുദ്ധതയാണ്, മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രം ബുൾഡോസ് ചെയ്യുന്നു. അവിടെ ബുൾഡോസ് ചെയ്ത വീടുകളിൽ പാണ്ഡെയും ചതുർവേദിയും എല്ലാം ഉണ്ടപ്പാ. അത് നിങ്ങൾ പറയാതെ അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം പ്രൊജക്ട് ചെയ്ത് ഇത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന രീതിയിലുള്ള പ്രചാരണം മീഡിയ വൺ അടക്കമുള്ളവർ നടത്തുന്നുണ്ട്. അതുണ്ട്. അതേ ഞാൻ വേറൊന്നല്ല പറഞ്ഞത്, ഇതൊന്നും നല്ലതല്ല. അതായത് ഇതേ അവകാശം ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, അവിടെ നടക്കുന്ന ഏതെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒന്നും പറയണ്ട. അവിടെ നടക്കുന്ന ബുൾഡോസിങ്ങിന്റെ കണക്കെടുത്താൽ, അത് ഏത് മേഖലയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നതിന്റെ കണക്കെടുത്താൽ നമുക്കതിന്റെ ഉത്തരം കിട്ടുന്നതാണ്. നമ്മൾ വെറുതെ കാടും പടപ്പും തല്ലണ്ട. പിന്നെ വേറൊന്ന് ഈ സംസ്ഥാനങ്ങളിലെ ഭരണനായകരായ BJP നേതാക്കൾ ഈ സംസ്ഥാനങ്ങളിലെ ഭരണനായകരായ BJP നേതാക്കൾ തന്നെയാണ് ഹേറ്റിന്റെ ഏറ്റവും വലിയ പ്രയോക്താക്കൾ. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വെറുപ്പ് പറഞ്ഞ പ്രധാന രാഷ്ട്രീയ നേതാവ് എന്ന് പറയുകയാണ് ഹേറ്റ് ലാബ് എന്ന് പറഞ്ഞ ഒരു NGO. നമ്മളിവിടെ തോറ്റുപോയാൽ നമ്മൾ കേരളം പോലെ ആയി പോകുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് 80ഉം 20ഉം തമ്മിലാണ് പോരാട്ടമെന്ന് പറഞ്ഞത് യോഗി ആദിത്യനാഥാണ്. വെറുപ്പ് ഡയറക്റ്റായി പറയാണ് നേതാക്കൾ, മുഖ്യമന്ത്രിമാർ. ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതിന് ഒരു AI വീഡിയോ പ്രചരിപ്പിക്കുകയാണ് BJP. ഏതെങ്കിലും 3-4 പേരല്ല. അവിടെയൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ, ഭരണനായകർ തന്നെയും വെറുപ്പിന്റെ പ്രചാരകരായി മാറുന്നുണ്ട്. അത് നാം പറയുന്നുണ്ട്, നമുക്കത് വാർത്തയുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നമ്മളെല്ലാം നോർത്തിനെതിരെ വ്യാജം പറയുകയാണ് എന്ന താങ്കളുടെ വാദത്തോട് അത് ചേരില്ല. നിങ്ങൾ വളച്ചൊടിച്ചു പറയുകയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ പല കാര്യങ്ങളും നോർത്ത് ഇന്ത്യയെ പറ്റിയും അല്ലെങ്കിൽ ഗുജറാത്തിനെ പറ്റിയും അങ്ങനെയുള്ളിടത്ത് വളച്ചൊടിച്ച് കൃത്യമായി പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് അതിനെ എക്സാജറേറ്റ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണത്. അത് കോമൺ സെൻസ് എല്ലാവർക്കും മനസ്സിലാകും. അത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമാണ്, നിങ്ങളുടെ ചാനലിന്റെ, നിങ്ങളെന്ന മാധ്യമത്തിന്റെ നയമാണ്. അതിനൊന്നും എനിക്ക് വിരോധമില്ല. എന്റെ താല്പര്യം, എന്റെ ചാനലിന്റെ താല്പര്യം മാറ്റി നിർത്തിയാൽ ഞങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഇത് പറയുന്നുള്ളൂ. യോഗി ആദിത്യനാഥ് വർഗീയത പച്ചയ്ക്ക് പ്രസംഗിക്കുന്ന ആളാണെന്ന പ്രശ്നം ഉന്നയിക്കുന്നത് ഞങ്ങൾ മാത്രമാണോ? പുഷ്കർ സിംഗ് ധാമി വർഗീയത പച്ചയ്ക്ക് പ്രസംഗിക്കുന്ന ആളാണെന്ന്, ഹിമന്ത ബിശ്വ ശർമ്മ പച്ചയ്ക്ക് വർഗീയത പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണോ? അതായത് നിഷാദെ,
നിഷാദെ, നിങ്ങൾ പറയുമ്പോൾ മാത്രം ശരി, മറ്റുള്ളവർ പറയുമ്പോൾ തെറ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ രീതി. ശരി, ആയിക്കോട്ടെ, ഞാൻ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഇനി വേറൊരു കാര്യം, ഈ അവരവരുടെ ധാരണകൾ, ഒബ്സർവേഷൻ, പൊളിറ്റിക്കൽ നറേറ്റീവ്, ഇതിനനുസരിച്ച് ഇവിടെ നാടകങ്ങളും സിനിമകളും സൃഷ്ടികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഞാൻ മാതൃഭൂമി ചാനലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. മാതൃഭൂമിയിൽ മീശ എന്ന് പറഞ്ഞൊരു നോവൽ വന്നു. ആ നോവലിനെതിരെ ഉണ്ടായ ബഹളം നിങ്ങൾ കണ്ടതായിരുന്നല്ലോ. ഒടുവിൽ അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. എന്താണ്? ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നത് പുരുഷന്മാരെ ആകർഷിക്കാനും ലൈംഗിക സംതൃപ്തിക്കും വേണ്ടിയിട്ടുമാണ്. ഒരു നോവൽ അതിനകത്ത് വന്നതാണ്. അതിനെതിരെ പ്രതിഷേധമുണ്ടായി. ആ നോവൽ പുസ്തകമായിട്ട് ഇവിടെ ഇറങ്ങി, ഇപ്പോഴും ഇവിടെ വിൽക്കുന്നുണ്ട്. അവിടെ പണ്ട് വയലാർ രാമവർമ്മ മഹാബലിക്ക് ഒരു കത്ത് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. വാമനൻ അന്ന് ചമതയും പൂണൂലുമായി വന്നു മണ്ണുദാനം വാങ്ങി വഞ്ചിച്ച വാമനൻ വിഷ്ണുവാണത്രേ മഹാവിഷ്ണു, ഞാനൊരു ഉഷ്ണിച്ച് കത്തി ജ്വലിച്ചുപോയി കണ്ണുകൾ. വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ളതാണ്. ആ കവിത ഇന്നും ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ഇതിന്റെ നമ്മുടെ കയ്യൂർ സമരത്തെ ആധാരമാക്കിക്കൊണ്ട് ലെനിൻ രാജേന്ദ്രൻ എഴുതിയിട്ടുള്ള സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞൊരു സിനിമ ഈ നാട്ടിൽ ഓടിയതാണിത്. അതിന്റെ അകത്ത് ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് ലെനിൻ രാജേന്ദ്രന്റെ രാഷ്ട്രീയമാണ്. അല്ലാതെ കയ്യൂർ സമരത്തിന്റെ പിന്നിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി മാത്രം എടുത്താൽ മതി. നമ്മൾ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ വിമിഷ്ടപ്പെടേണ്ട, കേരളത്തിലിരിക്കുന്ന ആളുകൾ മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ എന്നാണ് ഷാബുവിന്റെ പോയിന്റ്, ഓപ്പണിംഗ് പോയിന്റ് അതാണ്. ശരി, ശ്രീ പി കെ ഗോപൻ. ശരി, നിങ്ങൾ തീരുമാനിക്കട്ടെ. പി കെ ഗോപൻ വളരെ പി കെ ഗോപൻ വളരെ നിഷ്കളങ്കതയുടെ ഒരു ഫ്ലേവറിൽ ശ്രീ ഷാബു അവതരിപ്പിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പോയിന്റ് നിങ്ങൾക്ക് എന്താ എടുക്കാൻ പറ്റാത്തത്? അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് അദ്ദേഹം ആദ്യം ചർച്ച ചെയ്യണം. ഒരു കഥാകൃത്തിൻ്റെ, ഒരു ഗായകൻ്റെ, ഒരു ചിത്രകാരൻ്റെ അല്ലെങ്കിൽ ചിത്രകാരിയുടെ ഒരാശയങ്ങൾ പ്രസരിപ്പിക്കാനുള്ള അവരുടെ അവകാശം നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണും. അത് ഫിക്ഷനിലാകാം, അത് ചിലപ്പോൾ ചരിത്രത്തിലും അങ്ങനെ ഇടപെടാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് ഫിക്ഷൻ അല്ല. ഇത് വളരെ കൃത്യമായി കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ള സിനിമയാണിത്. വ്യാജമായി കാര്യങ്ങൾ പറഞ്ഞവതരിപ്പിച്ച് നോർത്ത് ഇന്ത്യയിൽ കേരളത്തിൽ തന്നെയും കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു സംരംഭമാണ്. നമുക്കതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലറിലൂടെയല്ല. ചോറ് വെന്തോന്ന് നോക്കാൻ ഒരുപാട് അരിയെടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 2018 ഈ സുധീപ് സെൻ ഗുപ്ത ഇറക്കിയ കേരള സ്റ്റോറിക്ക് നാഷണൽ അവാർഡ് കിട്ടി സാർ. എന്തിനാണ് നാഷണൽ അവാർഡ് കൊടുത്തത്? അതുവരെ നിങ്ങൾ തർക്കിച്ചു നിന്നു. അവാർഡിനകത്ത് ഗവൺമെൻറ് ഇടപെടുന്നില്ല, അവാർഡ് കമ്മിറ്റിയാണെന്ന്. ഏത് അവാർഡ് കമ്മിറ്റിക്ക് കേരള സ്റ്റോറിയെ പ്രധാനപ്പെട്ട സിനിമയായിട്ട് വിലയിരുത്താൻ പറ്റും? അതിലാണ് പറഞ്ഞത് 17,000 പെൺകുട്ടികൾ ICC ചേർന്നു എന്നുള്ളത്. കേരളത്തിൽ നിന്ന് എത്ര പെൺകുട്ടികളാണ് അങ്ങനെ ചേർന്നത്? എന്തോ ഒരു വിഡ്ഢിത്തരവും എന്തോ ഒരു വിവരക്കേടുമാണ് വിളിച്ചു പറയുന്നത്. ഈ സുദീപ് സെൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സത്യജിത് റേ, നമ്മുടെ മൃണാൾ സെൻ, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഇന്ത്യയെക്കുറിച്ച് സിനിമ എടുത്തിട്ടുണ്ട്. സത്യജിത് റേയുടെ സിനിമയെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ വിശദീകരിക്കുന്ന 3 സിനിമകളാണ്. പഥേർ പാഞ്ചാലി ഉൾപ്പെടെയുള്ള 3 സിനിമകൾ. അത്തരം സിനിമകൾ ലോക ചരിത്രത്തിൽ ഇപ്പോഴും അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഒരു നാടിൻ്റെ കഥയെന്ന് പറയുന്നത്, ഒരു നാടിനെക്കുറിച്ച് പറയുന്നതാണ്. അങ്ങീ പറഞ്ഞ വയലാറിൻ്റെ കവിതകളോ മീനമാസത്തിലെ സൂര്യനോ ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളും ഈ കേരള സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണിത്. ഇതൊരു നല്ല ഒരു സിനിമയുടെ ക്രാഫ്റ്റ് ഒന്നും വരുന്ന കാര്യമല്ല ഇത്. സിനിമയെന്ന് പറഞ്ഞാൽ സാങ്കേതികത്വയും സർഗാത്മകതയും ഒരുമിച്ച് ചേർന്ന ഒരു 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള മനോഹരമായൊരു കലയാണ് സിനിമ. ആ സിനിമയെ ലോകത്ത് മാറ്റത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ലോകത്ത് സർഗാത്മക വികാസത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരം ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമയുടെ തലം ഉപയോഗിച്ചിട്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പരിശ്രമം നടത്തിയത്. പിന്നെ അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, ഞാൻ ലളിതമായൊരു കാര്യം പറയട്ടെ. 3 തെരഞ്ഞെടുപ്പുകളിലായി BJP 3 തെരഞ്ഞെടുപ്പുകൾ. അങ്ങ് 20 കോടി മുസ്ലിങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഒരുപക്ഷെ ലോകത്തെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 1-ാം സ്ഥാനം ഒരുപക്ഷെ ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഏറി വന്നാൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ. ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട
5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ പേര് അങ്ങേക്ക് പറയാമോ? BJPയുടെ ലേബലിൽ ഇന്ത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 1000 വർഷം ഇന്ത്യ ഭരിച്ച ഒരു വംശമാണ് മുസ്ലിം രാജവംശം എന്ന് പറയുന്നത്. 1000 വർഷം. അത് ബ്രിട്ടീഷുകാർ വന്നതുപോലല്ല. ബ്രിട്ടീഷുകാർ വന്നത് ഇന്ത്യയെ കടത്തിക്കൊണ്ടു പോകാനാണെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവുമായിട്ട് നിലീനമായി കഴിഞ്ഞ ഒരു വിഭാഗമാണ് ഇസ്ലാം വിഭാഗം എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യയുടെ ഭാഗമായി. ഇവിടെ കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ള വന്ന് നടത്തിയ പ്രസംഗം അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കാശ്മീർ പോകാതിരിക്കാൻ ശ്രദ്ധിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളെ ഇപ്പോൾ ഞങ്ങൾക്കുള്ള അവകാശം എടുത്തു കളഞ്ഞു, ഞങ്ങളെ അപരരായിട്ട് ചിത്രീകരിക്കുന്നു, ഞങ്ങൾക്കവിടെ സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾ വിഷമത്തിലാണ് എന്ന് ആരാ പറഞ്ഞത്? ദേശീയ മുസ്ലിമായിട്ടുള്ള ഫാറൂഖ് അബ്ദുള്ള. വെറുതെ അവിടെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കുറച്ച് സൗന്ദര്യം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്റ്റേറ്റിന്, അല്ലാതെ വ്യവസായങ്ങളില്ല, വലിയ സ്ഥാപനങ്ങളില്ല, വലിയ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. അത്തരം ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഭരണം നടത്തുന്ന BJP ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ പേര് പറ സാർ. ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് BJPയുടെ ലേബലിൽ വന്ന ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ പേര് നിങ്ങൾ പറ. നേരത്തെ ഇവിടെ നിഷാദ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് 80-20 പറഞ്ഞുകൊണ്ടാണ്. ആ 80-20 പറയുമ്പോൾ നിങ്ങൾക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാൻഡിഡേറ്റ് ആക്കാൻ പറ്റത്തില്ല. അത്രമാത്രം അപകടകരമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്തിനാ ചെയ്തേ? കേരള സ്റ്റോറി എന്തിനാ ചെയ്തേ? നിങ്ങൾ ഗുജറാത്ത് പിടിച്ചെടുത്തു, നിങ്ങൾ ഒഡീഷ പിടിച്ചെടുത്തു, നിങ്ങൾ രാജസ്ഥാൻ പിടിച്ചെടുത്തു, നിങ്ങൾ ബീഹാർ പിടിച്ചെടുത്തു. ഇവിടെ എല്ലാം നിങ്ങൾ ഉപയോഗിച്ചത് ഹിന്ദു ധ്രുവീകരണമാണ്. കേരളത്തിൽ അത് സാധ്യമല്ല. കേരളത്തിലൊരു മതധ്രുവീകരണം ആരൊക്കെ പരിശ്രമിച്ചാലും അത്ര പെട്ടെന്ന് സാധ്യമാവില്ല. അതുകൊണ്ട് നിങ്ങൾ വ്യാജ കഥകൾ ഉണ്ടാക്കി ഒറ്റക്കെട്ടായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി കർശനമായ ഭാഷയിൽ കേരളത്തിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത്തരം പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന സംഗതി നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇല്ലാതാവുന്ന ഒന്നല്ല. ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ വായിൽ നിർബന്ധിച്ച് ബീഫ് കുത്തിക്കയറ്റുന്നത് യാഥാർത്ഥ്യമല്ല എന്ന്. അതുകൊണ്ട് കേരളത്തിൽ നോക്കൂ, പരസ്യമായിട്ട് BJPക്കാരെ പോലും കാണാനില്ല ഈ സിനിമയെ ഡിഫെൻഡ് ചെയ്യാൻ. ആർക്കും കഴിയുന്നില്ല. ആദ്യം സിനിമ വന്നപ്പോൾ ആ സിനിമ ഞങ്ങൾ വീട്ടിൽ പ്രദർശിപ്പിക്കും, സ്കൂളിൽ പ്രദർശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അത്രക്കാരെ പോലും കാണുന്നില്ല. കാരണം ഇത് പരിധി വിടുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ നോർത്തിൽ ഇതിന് ഇമ്പാക്റ്റ് വേറെയാണ്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൂപ്പർ സ്റ്റേറ്റായിട്ട് അവതരിപ്പിക്കുന്ന സ്ഥലമാണ്. ആ നാടിനെ കുറിച്ചിട്ടാണ് ഈ കഥ ലോകത്ത് മുഴുവൻ, ഇന്ത്യയല്ല ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. സോ നിയമപരമായ നടപടിയിലേക്ക് അടക്കം പോവുക എന്നത് സർക്കാരിൻ്റെ ഒരു ബാധ്യതയല്ലേ ശ്രീ ഗോപൻ? അല്ല, അതിലേക്ക് നമ്മൾ ആലോചിക്കണം. അതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട് നിഷാദെ. നമ്മൾ ഏതു കാര്യം നിരോധിച്ചിട്ടുണ്ടോ അത് മറ്റൊരു തലത്തിൽ അത് അവതരിപ്പിക്കപ്പെടും. നിരോധനമാണോ വേണ്ടുന്നത്, നിഷ്കാസനം ചെയ്യുകയാണോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ മതനിരപേക്ഷവാദികൾ ഒറ്റക്കെട്ടായി സർക്കാർ ആലോചിക്കേണ്ട. പക്ഷേ ഇത് ഹെയ്റ്റ് ആണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കേസ് നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഹെയ്റ്റ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല, ഹെയ്റ്റ് പ്രസംഗിച്ചാൽ സ്വമേധയാ കേസെടുക്കണം. എല്ലാ അർത്ഥത്തിലും ഇത് ഹെയ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടന്റിനെ ചൊല്ലി കോടതി പോവാം. ഇവിടെ ബീഫ് കഴിക്കുന്ന രംഗം ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ കോടതി ഈ കേരളത്തിലുണ്ട്, നമുക്കറിയാലോ. അപ്പോഴാണ് ബീഫ് വായി കുത്തിക്കയറുന്ന ഒരു വ്യാജം ഇവിടെ പെർമിഷൻ കിട്ടുന്നത്. നമുക്ക് ഉറപ്പായും കോടതി പോകുന്നതാണ്. നിഷാദെ, അത് തീർച്ചയായിട്ടും നിയമവഴികൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. നമ്മൾ ചില ഘട്ടങ്ങളിൽ നിയമത്തെ ഉപയോഗിക്കേണ്ടി. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഇടതുപക്ഷം 370-ാം വകുപ്പ് എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ട ഒരു വിങ്ങായിരുന്നു. പക്ഷേ ബാബറി മസ്ജിദ് പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു ആ 370-ാം വകുപ്പ് ഉപയോഗിച്ച് തന്നെ കല്യാൺ സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പാണെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക തലത്തിൽ നമുക്ക് പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ന്യായം പറയുമ്പോഴും ചില ആവിഷ്കാരങ്ങൾ ലോകത്തിന് അപകടകരമാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടി തന്നെ വരും. കാരണം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നല്ലൊരു പങ്ക് ആളുകൾ ഈ സിനിമ കാണുമ്പോൾ കരുതുന്നത്, അതും നാഷണൽ അവാർഡ് കൂടെ കൊടുത്തു. ചെമ്മീന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്, നിർമ്മാല്യത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സ്ഥലമാണിത്. അവിടെയാണ് കേരള സ്റ്റോറിക്ക് നാഷണൽ അവാർഡ് കൊടുക്കുന്നു. അപ്പം നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയാവുമ്പോൾ അതിൽ കുറച്ച് സിനിമാ ലോകവുമായിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഒരു കച്ചവട മൂല്യം ഒഴിവാക്കി കലാമൂല്യമുള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തെറ്റിദ്ധരിക്കും നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ കേരളം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ സാമാന്യം നല്ല മൈനോറിറ്റി സെറ്റുള്ള ഒരു വിഭാഗമാണ് ഇവിടെ കേരളം. അപ്പോൾ അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അതിനാണ് അങ്ങ് പറഞ്ഞതുപോലെ കേരളത്തിൽ ചെലവഴിക്കാനല്ല ഇത്. കേരളത്തിൽ ആർക്കാ ഇത് മനസ്സിലാകാത്തത്? ഇത് ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ച് ഇത് കേരളത്തിലേക്കല്ല സാർ, ഇത് നോർത്ത് ഇന്ത്യയിൽ കേരളത്തെക്കുറിച്ചുള്ള വെറുപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയും ലോകത്ത് മാത്രമല്ല ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ അവിടെയും വെറുപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു
ഫിക്ഷൻ്റെ പേരിൽ ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണിത്. ഇത് ദോഷം ചെയ്യും, ഇത് ജനങ്ങളെ തമ്മിലടിപ്പിക്കും, ഇത് വലിയ അപകടം നാട്ടിനുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. പ്രധാനമാണ്. ഞാൻ ഒന്ന് വരാമേ, അഡ്വക്കേറ്റ് തൊഹാനി, ഇതിപ്പോ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് കോമ്രേഡ് പറയുകയാണ് ശ്രീ ഗോപൻ. കേരളത്തിൽ ഇത് ഒരു കൂട്ടം ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കും എന്ന ഭയപ്പാട് വേണം. നമ്മൾ കേരളത്തിൽ എല്ലാവരും കൂടി ഇതിനെ പ്രതിഷേധിക്കുന്നു, പ്രതിരോധിക്കുന്നു, ഇത് കേരളത്തെക്കുറിച്ചുള്ള വ്യാജമാണെന്നൊക്കെ പറയുമ്പോഴും ഇത് കേരളത്തിലെ മനുഷ്യരെ സ്വാധീനിക്കാനുള്ള സാധ്യത എന്തുമാത്രമാണ്? നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുകയാണ്. എല്ലാത്തരം പരീക്ഷണങ്ങളും പല കക്ഷികളും നടത്തുന്ന കാലമാണ്. അപ്പോഴാണ് ഒരു ഹെയ്റ്റ് പ്രോജക്റ്റ് കറക്റ്റ് സമയത്ത് വന്നിറങ്ങുന്നത്. അതിൻ്റെ ഒരു കേരള ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കാണുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരം വർഗീയ പ്രചാരണങ്ങൾക്ക് കേരളത്തിലെ ആളുകൾ ഒരു പുച്ഛത്തോട് മാത്രമേ കാണുകയുള്ളൂ. ഇതിപ്പം ഇറങ്ങിയ സമയത്ത്, ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എത്രത്തോളം ട്രോളുകളും അത്തരത്തില് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഇനി തെരഞ്ഞെടുപ്പിനെ ബാധിക്കോ എന്നുള്ള ഒരു ചോദ്യമാണെങ്കിൽ, വർഗീയ പ്രചാരണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് ഒരുപാട് വർഗീയ പരാമർശങ്ങൾ ആ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചും അതിനു മുൻപും അതിനുശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഒരു അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിഷാദ്, എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ട്രെയിലറോട് കൂടി, അല്ലെങ്കിൽ ഈ ഒരു കേരള സ്റ്റോറി 2 ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഈ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വർഗീയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ വംശീയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വംശീയ പ്രചാരണങ്ങൾ പഴയ കാലത്ത്, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടുകളോളത്തോളം ഇത് കാണുന്നുണ്ട്. പക്ഷെ പഴയ കാലത്ത് അത് പ്രസംഗങ്ങളിലൂടെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയൊക്കെയാണ് അത്തരം വർഗീയ പ്രചാരണങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സിനിമകളിലൂടെയാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രത്യേകിച്ചും എൻ ഡി എ അധികാരത്തിൽ വന്ന സമയത്ത് പല രൂപത്തിൽ, അത് പ്രത്യേകിച്ചും സിനിമ രൂപത്തിൽ പലതരത്തിലുള്ള അവരുടെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കാവുന്ന രൂപത്തിൽ പല സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, ആമസോൺ പ്രൈമിൽ ഒരു ഫാമിലി മാൻ എന്നുള്ളൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. ആ ഫാമിലി മാൻ സീരീസിൽ ഇതുപോലെ അവരുടെ ആദ്യത്തെ സീസണിൽ കാസർഗോഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സംഘപരിവാറിന് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കാത്ത ഇടങ്ങളിൽ അവർ സിനിമകളായിട്ടാണ്, അല്ലെങ്കിൽ ആ സിനിമകളിൽ അതിന്റെ പേര് പ്രതിപാദിച്ച്, നമ്മുടെ കേരളത്തിന്റെ പേര് പ്രതിപാദിച്ചതുപോലെ കഴിഞ്ഞ ഈ ഫാമിലി മാന്റെ ഒരു സീസണിൽ അവര് കാസർഗോഡിനെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളം ഒരു തീവ്രവാദികളുടെ സംസ്ഥാനം ആയിരുന്നു. അതിനുശേഷമുള്ള ഫാമിലി മാന്റെ അടുത്ത സീസണിൽ പറഞ്ഞത് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത തമിഴ്നാടിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നീടത്തെ സീസണിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. അതായത് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ അവർ ഇത്തരം വർഗീയ പരാമർശങ്ങളും വർഗീയ പ്രചാരണങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും നടത്തുന്നത് അവിടുത്തെ ആളുകളെ പേര് പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ പരാമർശിച്ചുകൊണ്ട്, സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അത് കേരളത്തിലെ ജനങ്ങൾ അത് പുച്ഛിച്ച് കളയും. അതൊരു കോമഡി, അല്ലെങ്കിൽ ഒരു കോമഡി പീസാക്കി അതൊരു തമാശ രൂപത്തിൽ പലതരം, ഇപ്പം പഴംപൊരി ബീഫ് എന്നുള്ള രൂപത്തിലുള്ള തമാശ രൂപത്തിലൊക്കെ പറയുമെങ്കിൽ പോലും ഈ പ്രൊപ്പഗണ്ടയുടെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത്. അങ്ങനെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ മതിയാകും. അങ്ങനെ അവർ കൺവിൻസ് ആയിട്ടുണ്ട്. ഞാനൊക്കെ കേരളത്തിന് പുറത്ത് റിസർച്ച് ചെയ്യുന്ന ആൾ കൂടിയാണ്. എനിക്കറിയാം, എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കർണാടകയിലും മണിപ്പൂരിലും ജാർഖണ്ഡിലുള്ള എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ, കേരളത്തിൽ ഇങ്ങനെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ 30,000 പെൺകുട്ടികളെ മതം മാറ്റിയിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവരത് മീഡിയയിലും സിനിമയിലും കാണുന്നത് വിശ്വസിക്കുന്ന ഒരു ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവര് അതുകൊണ്ടാണല്ലോ ഇത്തരത്തില് 71ാം നാഷണൽ അവാർഡ് കേരള സ്റ്റോറിക്ക് തന്നെ കൊടുക്കാനുള്ള കാരണം. അത് അത്രത്തോളം ആളുകൾക്ക് അവരെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കാൻ സാധിക്കും, ആളുകൾക്കിടയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണല്ലോ. യെസ്, ഞാൻ ഒന്ന് വരാം. എൻ പി ചെക്കുട്ടിയും, ഞാൻ ചോദിക്കുന്നത് വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. കേരളത്തിന് പുറത്ത് കേരളത്തെക്കുറിച്ച് പല കഥകൾ പലരും പാടി നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, യോഗി പ്രസംഗിക്കുന്നത് തന്നെ ഇവിടെ ഞങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ അത് കേരളം പോലെ ആയി പോകും, അല്ലെ കശ്മീർ പോലെ ആയി പോകുമെന്നാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തിൻ്റെ സ്ലീപ്പർ സെല്ലാണ്, നഴ്സറിയാണെന്നൊക്കെയുള്ള പ്രചരണം എത്രയോ കാലമായിട്ട് സംഘപരിവാർ നോർത്തിൽ നടത്തുന്നുണ്ട്.
അത് കഴിഞ്ഞ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേരിൽ ഒരു പടം വരുന്നു. ആ പടം ആദ്യം വരുന്ന ഘട്ടത്തിൽ അത് ഞങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ചില മതനേതാക്കളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നിലയ്ക്കൊരു കേരളത്തിലൊരു ഐക്യം ഉണ്ടായില്ല അന്നത് കേരള സ്റ്റോറിയെ സംബന്ധിച്ച്. ഇന്ന് പിന്നെയും കുറച്ചൊരു ഐക്യം പ്രകടമാണ്. പക്ഷേ ഈ സംഗതി അരിച്ചരിച്ച് നമ്മുടെ സമൂഹത്തിലും ഇറങ്ങും. നമ്മൾ ഈ പുറത്തു പറയുന്നതിലുള്ള ഐക്യ പ്രഭാഷണം പോലെയല്ല, അകത്ത് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടാകും എന്ന ഭയപ്പാട് താങ്കൾക്കുണ്ടോ? അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഈ റേഷ്യൽ പ്രൊഫൈലിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അത് യഥാർത്ഥത്തിൽ കേരളത്തെ അങ്ങനെ സ്പെസിഫിക് ആയി ടാർഗറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം, നമ്മളൊരു രാജ്യം എന്ന നിലയിൽ നമ്മളൊരു നാഷണൽ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടരാണ്. ഇന്ത്യയിൽ എല്ലാ ജനങ്ങളുടെയും തുല്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. പക്ഷേ വളരെ ക്ലിയറായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളെ റേഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമീപനം ഇതിനകത്തുണ്ട്. അത് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും അതിൻ്റെ സർക്കാരും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ, നമ്മുടെ നാട്ടിൻ്റെ ഐക്യത്തെ ബാധിക്കുന്ന കാര്യത്തിലൊന്നും സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആർട്സ് കോളേജിൽ ഒരു സെമിനാറിന് പോയ സമയത്ത് അവിടെയുള്ളൊരു ടീച്ചർ ആ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് ഡൽഹിയിലും നോർത്തിലും ഒക്കെ പോയ സമയത്ത് ഇതേ തരത്തിലുള്ള, ഇപ്പം ഈ MSFൻ്റെ കുട്ടി പറഞ്ഞ മാതിരി ഇതേ തരത്തിൽ നിങ്ങൾ മലയാളികൾ പിന്നെ വളരെ മോശക്കാരാണ്, നിങ്ങൾ മലയാളികൾ ഈ തരത്തിൽ പിന്നെ പെരുമാറുന്ന ആളുകളാണ്, പിന്നെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മലയാളികൾക്കെതിരായിട്ടുള്ളൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു റേഷ്യൽ പ്രെജുഡിസ് ആയിട്ടുള്ള സമീപനം ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കോളേജുകളിൽ പഠിപ്പിക്കുന്ന ആളുകൾ എടുത്തു എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം ഭീകരമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇത് എളുപ്പത്തിൽ ഞാൻ തന്നെ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഞാൻ ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് പോകുമായിരുന്നു. ജന്തർ മന്ദർ ഭാഗത്ത് നിന്ന് കേരള ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ വാഹനങ്ങൾ പോകാൻ സമയം ഈ സമരം നടത്തുന്ന സ്ഥലമായതുണ്ട്, പക്ഷേ ആളുകൾക്ക് പോകാം. അപ്പോൾ ഞാനൊരു സുഹൃത്തും കൂടി അങ്ങോട്ട് കടക്കാൻ പോകാൻ പോലീസുകാരൻ ഇപ്പോൾ തടഞ്ഞു വെച്ചു. അയാൾക്കറിയാം ഞാനൊരു മലയാളിയാണ്. അത് കഴിഞ്ഞ് 4-5 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ ഹിന്ദിക്കാർ സുഖമായിട്ട് കയറിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ജാവോ. ഈ തരത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളെ, ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ വളരെ എന്താ പറയുക ഒരു രണ്ടാംകിട പൗരന്മാരായിട്ട് പോലീസ് ട്രീറ്റ് ചെയ്ത അനുഭവങ്ങളുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരായ എത്ര ആളുകൾ ഈ തരത്തിൽ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞാൻ ആർട്സ് ടീച്ചർ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രചാരവേല, ഈ ദൂഷിത പ്രചാരവേല, കേരളത്തെ പ്രത്യേകമായിട്ട് റേഷ്യൽ പ്രൊഫൈലിംഗ് നടത്തിയ പ്രചാരവേല, അത് BJPയുടെ രാഷ്ട്രീയത്തെ ഒരു ദേശവിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് അവർ പോണതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവർ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയാണ് ചോദ്യം ചെയ്തത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കണ്ടത്. കോടതിയിൽ പോകുന്നുണ്ട്. ഈ വിഷയമാണ് ഉയർത്തപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ, ഇന്ത്യയുടെ ഭരണാധികാരം കൈയെടുക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ശരി, രാഹുൽ ഈശ്വർ, ഇവിടെ നോർത്തിലെ ഈ സിനിമ ചലച്ചിത്രക്കാരൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. അപ്പം ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇവിടെ ഇല്ല എന്ന് ഉറക്കെ പറയേണ്ട ഒരു സന്ദർഭമാണ് എന്ന് രാഹുലിന് സ്വയം തോന്നുന്നുണ്ടോ? ശ്രീ നിഷാദ്, ഞാൻ 1-2 ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുത്തു. അതിശക്തമായ ആ നിലപാട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അഭിമാനമുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു ശ്രീദേവ് നമ്പൂതിരിയാണ്. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, അദ്ദേഹത്തിനെ കിട്ടിയില്ല. ശ്രീദേവ് നമ്പൂതിരി 26 വയസ്സ് മാത്രമേ ഉള്ളൂ, യങ്ങാണ്, പേരുകൊണ്ട് ബ്രാഹ്മണനാണ്, ഹിന്ദുവാണ്. അദ്ദേഹം തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേരള സ്റ്റോറി 2-നെതിരെ അതിശക്തമായ രീതിയിൽ, ഞാൻ അഫിഡവിറ്റും ഉണ്ട്, ഞാൻ അങ്ങേക്ക് അയച്ചുതരാം, വളരെ ശക്തമായി തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ കേരള സ്റ്റോറി 2 ഇതിനാണ് എനിക്ക് 1 മിനിറ്റ് തരേണ്ടത്. കേരള സ്റ്റോറി 2 പോലുള്ള സിനിമകൾ വരുന്നതിന്റെ ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡോക്ടർ ഗോപൻ സാറും PK ഗോപൻ സാറും കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത മുസ്ലിങ്ങളായ നിഷാദ് റാവുത്തറിനെ പോലുള്ളവരുമാണ്. അത് എങ്ങനെയാണെന്ന് 1 മിനിറ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗോപൻ സാർ മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥത്തിൽ എന്താണ് ഈ നറേറ്റീവ്? ഈ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ വിഘടിച്ച് കിടക്കുന്ന നായരെയും ഈഴവനെയും പുലയനെയും പറയനെയും, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ദളിതനെയും ആദിവാസിയെയും അമ്പലവാസിയെയും എല്ലാം ഒരു ശത്രു ഉണ്ട് എന്ന കള്ളക്കഥ പറഞ്ഞുകൊണ്ട് ഒരുമിപ്പിക്കാൻ നോക്കുന്നു. ഇതാണ് ഈ സിനിമകളുടെ എല്ലാം പൊതു സ്വഭാവം. ഇത് ലാൻഡ് ജിഹാദായി, ലവ് ജിഹാദായി, തുമ്മൽ ജിഹാദായി, തുപ്പൽ ജിഹാദായി, തുള്ളിമരുന്ന് ജിഹാദായി, പല കള്ളങ്ങളിൽ പല കാലങ്ങളിൽ പല രൂപങ്ങളിൽ വരും. ഇത് പറയുന്നവനും കള്ളമാണെന്നറിയാം, കേൾക്കുന്നവനും കള്ളമാണെന്നറിയാം, ഇത് സംസാരിക്കുന്നവർക്കും കള്ളമാണെന്നറിയാം. ഈ കള്ളത്തെ നിങ്ങൾ പ്രതിരോധിക്കുന്നത്, ഗോപൻ സാർ അടക്കമുള്ള സഖാക്കൾ പ്രതിരോധിക്കുന്നത് മതനിരപേക്ഷത കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയം തീരില്ല. പകരം ജെനുവിനായ ഹിന്ദു വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളും എല്ലാ പാർട്ടികളും ഏത് പാർട്ടിയാണെങ്കിലും ജെനുവിൻ ഹിന്ദു വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹിന്ദു സമുദായത്തെ സാമുദായികമായി തന്നെ അഡ്രസ് ചെയ്യണം.
ചെയ്യണം. ശ്രീ നിഷാദ് അടക്കമുള്ള പലപ്പോഴും ലിബറൽ മതേതര മുസ്ലിങ്ങൾ ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കുന്നില്ല. അത് എന്നെ പോലുള്ള ഒരു പറയുമ്പോൾ കേൾക്കാനും തയ്യാറാകാറില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ LDF പിണറായി സർക്കാരിന്റെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2 വർഷം മുമ്പ് പുറത്തുവിട്ട ആത്മഹത്യകളെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. ഈ ആത്മഹത്യയെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടിൽ ഇതിന്റെ 19ാം പേജിൽ, ഓർക്കുക കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇതിന്റെ 17ാം പേജിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ 80% ഹിന്ദുക്കളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കേരള ജനസംഖ്യയിൽ 50% മാത്രമുള്ള ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യകൾ. 83% മദ്യപാനത്തിന്റെ മരണങ്ങൾ ഉണ്ടാകുന്നത് ഹിന്ദുക്കളിലാണെന്ന് ഡോക്ടർ സിബി മാത്യൂസ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് പഠനത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുക്കളിലെ ജനസംഖ്യ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവിതാംകൂർ ഭാഗത്തെ വീടുകൾ ഒഴിയുന്നത്. ഹിന്ദു സമൂഹത്തിൽ പ്രായമായവർക്ക് പ്രശ്നമുണ്ട്. ഹിന്ദുക്കൾക്ക് വേണ്ട രീതിയിൽ ഒരു പഠനമോ യോജിപ്പോ ഇല്ല. ഇത്തരം സാമുദായികമായ പ്രശ്നങ്ങൾ ഞങ്ങളെ പോലുള്ള ഹിന്ദു ആക്ടിവിസ്റ്റുകൾ പറയുമ്പോൾ ശ്രീ നിഷാദും ഗോപൻ സാറും എല്ലാം കൂടെ എന്ത് പറയും? ഇതെല്ലാം വർഗീയമാണെന്ന് പറയും. അപ്പൊ ഓർഗാനിക് ആയിട്ട് ഒരു ഹിന്ദു യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് വളഞ്ഞ വഴിയിലൂടെ ശത്രുവിനെ ഉണ്ടാക്കി ആ ശത്രുവിനെ മുൻനിർത്തി ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് തുപ്പിയിട്ടാണ് മുസ്ലിങ്ങൾ ആഹാരം തരുന്നത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒറ്റ വരി കൂടെ എടുക്കുള്ളൂ. പരിഹാരം ചോദിക്കുക. ഈ ഓർഗാനിക് യൂണിറ്റി ഇല്ലാത്തതിന്റെ ആന്തരിക ശൂന്യതയുടെ അപരവിദ്വേഷത്തിന്റെ ഒരു പരിഹാരം പറയാം. എന്നോടാണ് ചോദിക്കുന്നെങ്കിൽ എനിക്ക് കേൾക്കുന്നില്ല. പരിഹാരം കൂടി ഒറ്റ വരി പറയാം. ഇന്ന് ഫെബ്രുവരി 19 പൂജനീയ സർസംഘ് ചാലക് ഗുരുജി ഗോൾവൽക്കർ ജനിച്ച ദിവസമാണ്. ആദ്യകാലത്ത് ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ശത്രുക്കളാണ് എന്ന തെറ്റായ നിലപാടെടുത്ത ആ വ്യക്തി ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു മധ്യവലതിലേക്കോ മിതവാദത്തിലേക്കോ ഗാന്ധിയൻ ദർശനങ്ങളിലേക്കോ വരികയും ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്, യൂണിഫോം സിവിൽ കോഡ് അല്ല തുടങ്ങിയ നിലപാടുകളിലേക്ക് പോലും വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം, ഞങ്ങൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒരു ആത്മീയ പഠനമോ ശനിയാഴ്ചയോ ഇല്ല. അപ്പൊ എപ്പോഴും ഒരു ശത്രു അപ്പുറത്ത് വേണം, എപ്പോഴും ഒരു എതിരാളി അപ്പുറത്ത് വേണം. ഈ എതിരാളിയെ ചൂണ്ടിക്കാട്ടി വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനാണ് നിങ്ങളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകണു, സ്വത്ത് തട്ടിക്കൊണ്ടുപോകണു, സ്ഥലം തട്ടിക്കൊണ്ടുപോകണു. എന്തിനാ വിഘടിച്ച് കിടക്കുന്ന? ഞാൻ ചോദിക്കുന്നത്, വ്യത്യസ്ത ധാരയിലുള്ള ഹിന്ദുക്കളെ ഒരുമിപ്പിച്ചിട്ട് എന്തിനാണ് അങ്ങനെ വ്യത്യസ്ത ധാരയുള്ള ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് അവർ ഒറ്റ വോട്ട് ബാങ്കാക്കി ആ വോട്ടിനോട് ജയിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതി അതിനകത്തുണ്ടെന്ന കാര്യം രാഹുലെ നമ്മൾ എത്ര വർഷമായിട്ട് ഈ പോയിന്റിൽ തർക്കിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു, ഞാൻ സമ്മതിച്ചു താങ്കളുടെ പോയിന്റ്, ഞാൻ വാല്യൂ ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി. പക്ഷെ അതിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഹിന്ദുക്കൾ വിഘടിച്ച് കിടക്കുകയാണെന്ന്, അവരെ ഒരുമിപ്പിക്കണമെന്ന്. ഒരുമിപ്പിക്കുന്ന എന്തിനാ? നവോത്ഥാന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് ഉയർത്താനാണോ? അല്ല. ഒറ്റ സമൂഹമാക്കണം, അല്ല, അവരെ ഒറ്റ വോട്ട് ബാങ്ക് ആക്കാൻ, ആ വോട്ട് ബാങ്കിനോട് ജയിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതി, കക്ഷി രാഷ്ട്രീയത്തിന്റെ പദ്ധതി അതിനകത്തുണ്ടെന്ന് ഒരു കാലത്തും രാഹുൽ സമ്മതിക്കില്ല. ഒറ്റ വരി പറഞ്ഞോട്ടെ. മഹാത്മാഗാന്ധി പൂന പാക്റ്റിൽ പറഞ്ഞത് എന്റെ ശവശരീരത്തിന്റെ മുകളിൽ ചവിട്ടി മാത്രമേ നിങ്ങൾ ഹിന്ദുക്കളെ വിഭജിക്കാനാകൂ, എന്റെ മൃതശരീരത്തിന് മേലിൽ കൂടെ നിങ്ങൾ ഹിന്ദുക്കളെ വിഭജിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗാന്ധിജി പൂന പാക്റ്റിന് വേണ്ടി പട്ടിണി കിടന്നത്. ഒരു സമുദായത്തിന് യോജിപ്പ് വേണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് യോജിപ്പുണ്ട്, നന്മയുണ്ട്, അതിനെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ. ഹിന്ദുക്കൾക്ക് അത്തരത്തിലുള്ള യോജിപ്പ് വേണം, ഐക്യം വേണം, പരസ്പര സഹായം വേണം, ആത്മീയ പഠനം വേണം. ഞങ്ങളുടെ ഇടയിൽ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബചിത്രം, പ്രായമായവരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടുതലാണ്. ഞങ്ങൾക്ക് ഐക്യമില്ല, വിഘടിച്ച് കിടക്കുകയാണ്. ഇത് മുസ്ലിങ്ങൾക്കെതിരെ യോജിക്കാനല്ല, ക്രിസ്ത്യാനികൾക്കെതിരെ അല്ല, പക്ഷേ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സാമുദായികമായ ഒരു ഐക്യം ഉണ്ടാക്കണമെന്നുള്ളത് ഒരു ഗാന്ധിയൻ ദർശനമാണ്. പക്ഷെ അതിന് ഗോഡ്സെയുടെ വഴി ഉപയോഗിക്കരുത്, അതാണ് അതിലെ പോയിന്റ്. ഹിന്ദു ഐക്യം എന്നുള്ളത് ഗാന്ധിജിയുടെ ദർശനമാണ്, പക്ഷെ അതിന് ഗോഡ്സെയുടെ വഴി ഉപയോഗിക്കുന്നവരാണ് ഈ നാടിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ലക്ഷ്യം വേറെ, ഇതിന്റെ മാർഗം വേറെ. ഈ മാർഗം ചീത്തയാണ്, പക്ഷേ ഗാന്ധിജി മുമ്പോട്ട് വെച്ച ഹിന്ദു ഐക്യം എന്ന ആശയം പ്രസക്തമാണ്. ഈ ന്യൂവാൻസിൽ നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വിഷയത്തെ സോൾവ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇത് ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചൊരു ക്യാൻസറാണ്. ഈ ക്യാൻസർ ഇതൊരു നാഗവല്ലിയാണ്, ബാധയാണ്. ഈ ബാധയെ ഒഴിപ്പിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇത് മറ്റൊരു രൂപത്തിൽ വരും, മറ്റൊരു കാലത്തിൽ വരും, മറ്റൊരു പേരിൽ വരും. അതുകൊണ്ട് ഇത് സെൻസിറ്റീവായ വിഷയമാണ്. ഗോപൻ സാർ അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നവർ ഇത് അഡ്രസ് ചെയ്യണം. ഇത് അഡ്രസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ NSS, SNDP, KPMS-നെയും അയ്യപ്പ സംഘത്തിനെ വിളിക്കുന്നത്. അതായത് വോട്ടാണെങ്കിലും ഈ ഹിന്ദു വോട്ട് ബാങ്കുകളെ അഡ്രസ് ചെയ്യാനല്ലേ. അപ്പൊ ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങളെ ജെനുവിൻലി അഡ്രസ് ചെയ്യും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതേപോലുള്ള ഗോഡ്സേവാദികൾ വളഞ്ഞു വഴിയാണ്. ഷാബു പ്രസാദ്, എത്രയോ കാലമായിട്ട് ഇത്തരം വിഷയങ്ങൾക്കകത്തെല്ലാം രാഹുൽ ഈശ്വർ എടുക്കുന്ന ഒരു പൊസിഷൻ ഇതാണ്. എനിക്ക് സമ്പൂർണ്ണമായ വിയോജിപ്പ് അതിനകത്ത് പല മേഖലകളുണ്ട്. താങ്കൾ ഇത് കേൾക്കുന്നുണ്ടോ? അതായത് അപര ശത്രുത സൃഷ്ടിക്കപ്പെടുന്നതിന് ഇന്റേണൽ റീസൺസ് ഉണ്ട്.
അത് പരിഹരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഈ പറയുന്ന സംഗതികളൊന്നും അല്ല വേണ്ടത് എന്ന് പറഞ്ഞ ഈ രാഹുലിന്റെ പോയിന്റ് എങ്ങനെ എടുക്കുന്നത്? രാഹുൽ ഈശ്വർ കുറെ കാലമായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു നറേറ്റീവാണ്, ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങളെല്ലാവരും തമ്മിൽ തന്നെ നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് എപ്പോഴും അപ്പുറത്തൊരു പൊതുശത്രു വേണം. ഈ പൊതുശത്രുവിനെ കാണിച്ചുകൊണ്ട് ഒന്നിപ്പിക്കുക എന്നുള്ളത് ദുർബലന്റെ ഏർപ്പാടാണ്. രാഹുൽ ഈശ്വർ ഇവിടെ പറയുന്നു ഞങ്ങളുടെ ഹിന്ദുക്കളുടെ മനസ്സിൽ മുഴുവനും ക്യാൻസറാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ക്യാൻസർ ഹിന്ദു സമൂഹത്തിന് മുഴുവനായിട്ടും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ക്യാൻസർ കൊണ്ട് അദ്ദേഹം നടന്നോട്ടെ. അത് ഈ ഹിന്ദുക്കളുടെ മുഴുവനും ക്യാൻസറിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനോവൈകല്യത്തിന്റെ പ്രശ്നമാണത്. എനിക്കതിന് ഇവിടെ ശ്രീ ഗോപൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഈ രാഹുൽ ഈശ്വറും ഇവിടെ ആവർത്തിച്ചു. ഈ കേരള സ്റ്റോറി 1 33,000 സ്ത്രീകളെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി സിറിയയെ കൊണ്ടുപോയി മതം മാറ്റുന്നു എന്ന്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ ആരും ആ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സിനിമ അങ്ങനെ അല്ല പറയുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് അതിന്റെ യൂട്യൂബ് പ്രൊമോഷന്റെ സമയത്ത് ട്രെയിലറിൽ അങ്ങനെ ഒരു ലേഡി പറയുന്നു എന്നാണ്. അതിന്റെ അകത്തും പറയുന്നില്ല കേരളത്തിൽ നിന്നുള്ള എന്നെ പോലുള്ള 30,000-ഓളം ആൾക്കാർ ഇവിടെ ഉണ്ട്, അത് കേരളത്തിൽ നിന്നുള്ളതാണെന്നും പറയുന്നില്ല. അത് ഈ പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നതാണ്. നിങ്ങൾ ആരും ആ സിനിമ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. പിന്നെ മറ്റൊന്ന്, ഈ സിനിമകൾക്ക് അവാർഡും അല്ലെങ്കിൽ ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്ന കാര്യം, ഇവിടെ ഇത്തവണ വയലാർ രാമവർമ്മയ്ക്കും ONV ഗ്രൂപ്പിനും ഒക്കെ കിട്ടിയ അവാർഡ് ഇത്തവണ ഇവിടെ കേരളത്തിൽ കൊടുത്തത് ആർക്കാണ്? വേടനാണ് കൊടുത്തത്. അതായത് കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, അതായത് കേരളത്തിന്റെ അടുത്ത ദേശീയ ഗാനം അദ്ദേഹം എഴുതി കഴിഞ്ഞു. അതാണ് കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഇതെഴുതിയ ആർക്കാണ് ഇവിടെ കേരളത്തിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പൊതുവെ ജനറലി അവാർഡുകൾ, കലാസൃഷ്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് അതിന്റെ കണ്ടന്റിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയും 100% സത്യസന്ധമല്ല. സത്യസന്ധമായി കഴിഞ്ഞാൽ അത് കലയല്ല, അത് പോലീസ് മഹസറാണത്. അതിൻ്റെ അകത്ത് എക്സാജറേഷൻ ഉണ്ടാകും, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും, ഡിലീഷനുകളൊക്കെ ഉണ്ടാകും. ഇത് ചേരുമ്പോഴാണ് അതിൻ്റെ അകത്ത് കലാകാരന്റെ ഭാവന, എഴുത്തുകാരന്റെ ഭാവന, ഇതിനൊക്കെ അതിനൊരു റോളുണ്ട്. ഇതെല്ലാം ചേർന്ന് അത് എത്ര നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് തീരുമാനിച്ചാണ് അവാർഡുകൾ കൊടുക്കുന്നത്, പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ മീനമാസത്തിലെ സൂര്യൻ, ഈ സിനിമ ഇവിടെ വന്നു. എന്താണ് സത്യത്തിൽ കയ്യൂർ സമരത്തിന്റെ ബേസ് എന്താണ്, അടിസ്ഥാനം എന്താണ്? അവിടെ ഒരു പോലീസുകാരനെ വെള്ളത്തിൽ എറിഞ്ഞു മുക്കിക്കൊന്നു. അതിന്റെ പേരിൽ 4 കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കിക്കൊന്നു. ഇതാണ് സംഭവം. 4 കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകളെ അന്ന് തൂക്കിക്കൊന്നു. അന്ന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാർ. പോലീസുകാരനെ വെള്ളത്തിൽ എറിഞ്ഞു കൊന്നതിനാണത്. പക്ഷെ അത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്താണ്? മഹത്തായ സാമൂഹ്യ വിപ്ലവം എന്നുള്ള പേരിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. മീനമാസത്തിലെ സൂര്യനിൽ അങ്ങനെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചിത്രീകരിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും ലതിൻ രാജേന്ദ്രന്റെ അവകാശമുണ്ട്. ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഈ കേരളത്തിലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള അതൊക്കെ ഏത് കാലം ഷാബു പ്രസാദ്? ഇതാ ഇപ്പോ ഹാൽ എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തു വന്നിട്ടുണ്ട്. ഹാൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ബീഫ് കഴിക്കുന്ന രംഗം ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് കോടതിയിൽ പോയി വാദിച്ചു. ഇവര് കോടതി അംഗീകരിക്കേണ്ടി വന്നു. ഈ കാലത്ത് പറ്റുമോ? ഈ കാലത്ത് നിങ്ങൾക്കല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഈ കാലത്ത് വെറുപ്പ് പറയാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കല്ലാതെ ആർക്കും പറ്റില്ല. നിങ്ങളത് പൂട്ടും. നിങ്ങൾ ഈ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ പരിപാടി വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ജാനകി എന്ന സിനിമയ്ക്ക് പേരിടാൻ പറ്റില്ല, ബീഫ് കഴിക്കുന്ന രംഗം കാണിക്കാൻ പറ്റില്ല, എന്തെല്ലാം തരത്തിലുള്ള നിയന്ത്രണമാണ് പറയാൻ കഴിയുന്ന അതേസമയം നിങ്ങൾക്ക് എന്ത് വെറുപ്പും പറയാം. നിങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന സിനിമാക്കാർക്ക് എന്ത് വൃത്തികേടും കാണിക്കാം. ബാക്കിയുള്ളവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ പഴയ ലെനിൻ രാജേന്ദ്രന്റെ അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെ കഥ പഴയ കഥയാണ്. അന്ന് നിങ്ങൾക്ക് പിടിയില്ലാതിരുന്ന കാലത്തെ കഥയാണ്. അന്ന് എല്ലാവർക്കും ക്വാളിറ്റേറ്റീവായി എന്തും പറയാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങളുടെ വൃത്തികേടുകൾക്ക് മാത്രമേ ഇടവുള്ളൂ, മറ്റുള്ള വിമർശനങ്ങൾക്ക് ഇടയില്ല എന്ന പോയിന്റ് കൂടി അതിനകത്തുണ്ട്. ഗോപൻ, ഇപ്പൊ കേരളം ഇതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. പ്ലീസ്. ഇവിടെ ഇപ്പോഴും ഈ ചർച്ചയിലും നിങ്ങൾ ഓരോരുത്തരും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് കേരളത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കേരളത്തിന് പുറത്തുള്ള ആ വൃത്തികെട്ട പ്രദേശങ്ങളിൽ ഇത് വലിയ പ്രശ്നമാകും.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനത്തിനെ പറ്റി എതിരെയുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെയാണ്. നിങ്ങൾ വൃത്തികെട്ടെന്നുള്ള വാക്കും നമ്മൾ ചേർത്തില്ലല്ലോ ഷാബു, എന്തിനാണ് അത് കൊണ്ടുവരുന്നത്? നിങ്ങൾ ചെയ്യുന്നത് അല്ല, വൃത്തികെട്ടെന്നുള്ള വാക്കും ഞാൻ ഉപയോഗിച്ചില്ല. അല്ല, വൃത്തികെട്ടെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. ഞാനും ഷാബു പ്രസാദും രാഹുൽ ഈശ്വറും ചെക്കുട്ടിയും അല്ലെങ്കിൽ പി കെ ഗോപനും തുഹാനിയും എല്ലാം കേരളത്തിൽ ജീവിക്കുന്നു. എന്താണ് കേരള റിയാലിറ്റി നമുക്കറിയാം. അറിയാത്തവർ നാട്ടിലെ ആളുകൾ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. എനിക്ക് കേരള റിയാലിറ്റി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ റിയാലിറ്റി, അതായത് കേരളം ഒഴിച്ച് ഈ രാജ്യത്തുള്ള ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നരകതുല്യമാണ് എന്ന ഒരു നറേറ്റീവാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പോലും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ശരി, പി കെ ഗോപൻ, കേരളത്തിന് ആ നിലയ്ക്കുള്ള ഒരു നോർത്ത് ഫോബിയ കേരളത്തിനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ നിഷാദെ, 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കേരള സ്റ്റോറിയുടെ അപകടം ചർച്ച ചെയ്തിട്ട് അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന പല നറേറ്റീവ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കേരളത്തിന് പുറത്തുള്ളതിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് തെഹാനി ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് ചൂണ്ടിക്കാണിച്ച് നമ്മളെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. ആ കുട്ടി അത് നന്നായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദിൻ്റെ 1-2 കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം കേരള സ്റ്റോറിക്ക് പകരമായിട്ട് മീനമാസത്തിലെ സൂര്യനെയാണ് അവതരിപ്പിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ. മീനമാസത്തിലെ സൂര്യൻ ഒരു പോലീസുകാരനെ വെള്ളത്തിലെറിഞ്ഞ് കൊന്ന കഥയല്ല സാർ. മീനമാസത്തിലെ സൂര്യൻ മനുഷ്യരുടെ പട്ടിണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നെല്ല് സംഭരിച്ച് വച്ചിരിക്കുന്ന വലിയ വീടുകളിൽ പോയി ആ നെല്ലെടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി. ആ മർദ്ദിച്ച ഒരു പോലീസുകാരൻ ഇവർ ജാഥ നടത്തിക്കൊണ്ടൊരു പാലത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരികയാണ്. അപ്പോൾ പോലീസുകാരൻ അതിന് അടുക്കായിപ്പോയി. അപ്പുറത്തുനിന്ന് ജാഥ വരുന്നു, ഇപ്പുറത്തുനിന്ന് ജാഥ വരുന്നു. ആ പോലീസുകാരൻ ഷൂസ് ഇട്ടിട്ട് വെള്ളത്തിലെടുത്ത് ചാടുന്നു. അയാൾക്ക് നീന്തി കരകയറാൻ പറ്റാതായി. അതിൻ്റെ പേരിലാണ് ഇവരെ കൊന്നത്. അങ്ങ് മഹാത്മാഗാന്ധിജി ഇവരെ മോചിപ്പിക്കണം, കയ്യൂർ രക്തസാക്ഷികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വന്നതും ഉൾപ്പെടെയുള്ള ചരിത്രം അങ്ങ് പരിശോധിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യമാണ്. ഇനി രണ്ടാമത് അങ്ങ് പറഞ്ഞത് വാമനൻ്റെ കഥ. നേരത്തെ പറഞ്ഞതാ വാമനൻ വയലാർ എഴുതിയ കഥയുമായി ബന്ധപ്പെട്ട്. വാമനൻ കേരളത്തിൻ്റെ മിത്തായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വത്തായിട്ടുള്ള മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നതാണ് കഥ. മഹാബലി ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തുന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് വയലാറിൻ്റെ കവിത വന്നത്. ഇത് രണ്ടിനെയും സമീകരിക്കാൻ അങ്ങ് പരിശ്രമിക്കുന്നത് വലിയ അപകടമാണ്. ഇനി 12 വാമന ക്ഷേത്രങ്ങളുണ്ട്. അല്ല, ഞാൻ ഇടപെട്ടില്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. അതറിയിക്കട്ടെ. അതുപോലെ അല്ല, പ്ലീസ് അങ്ങ് ദയവായിട്ട് ഇടപെടരുത് പ്ലീസ്. ഈ ചർച്ചയ്ക്ക് ശരിയല്ല. ശ്രീ നിഷാദെ, അദ്ദേഹത്തെ നിയന്ത്രിക്കൂ. അദ്ദേഹത്തെ നിയന്ത്രിക്കൂ. ഇത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇടപെട്ടില്ല. ഞങ്ങൾ ആരും ഇടപെട്ടില്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ പ്ലീസ് ദയവായി അത് ശ്രദ്ധിക്കും. അപ്പോ ഇവിടെ കമലാ സുരയ്യ അദ്ദേഹം സമ്മതിക്കില്ല വർത്തമാനം പറയാൻ. അദ്ദേഹത്തിന്റെ അടുത്തിരിക്കാത്തോണ്ടാ. ഇല്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? കാരണം ഗൗരി ലങ്കേഷിനെ ഇവർ കൊന്നതാ, ഗോവിന്ദ് ബൻസാരെ ഇവർ കൊന്നതാ. അതുകൊണ്ട് എന്താ ചെയ്യുന്ന അറിയാൻ പറ്റത്തില്ല. അല്ല, അത് ഞാൻ പറയട്ടെ. അപ്പോൾ മിശ്രവിവാഹിതരും മതം മാറ്റ ആർട്ടിക്കിൾ 18 അനുസരിച്ച് നാട്ടിൽ മതം മാറാനുള്ള അവകാശമുണ്ട്, മിശ്രവിവാഹത്തിനുള്ള അവകാശമുണ്ട്. ഈ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ക്രിസ്ത്യാനികളും ആ 3 നശിപ്പിക്കപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ ഇവർ ചേർത്തിരിക്കുന്നത് മതം മാറിയവരെയും മിശ്രവാഹിതരെയാണ്. ഇങ്ങനൊരു നരേറ്റീവും കൂടി അതിൻ്റെ അപകടകരമായിട്ട് വരുന്നുണ്ട്. ഇനി ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് വന്നാൽ അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഷാബു പ്രസാദിൻ്റെ ആശയം കുറച്ച് അക്രാമകമായി ഹിന്ദു ധ്രുവീകരണത്തിന് പരിശ്രമിക്കുന്നെങ്കിൽ അങ്ങയുടെ ആശ്രയം സമാധാനപരമായിട്ട് ഹിന്ദു ധ്രുവീകരണം വേണമെന്നാണ്. ഈ ഹിന്ദു ധ്രുവീകരണം വേണമെന്ന് അങ്ങ് വാദിക്കുമ്പോൾ ഇവിടെ കാണേണ്ടുന്നൊരു കാര്യം, 30 ലക്ഷം ആളുകളുമായിട്ട് ഡോക്ടർ BR അംബേദ്കർ എന്തിനാ സർ ബുദ്ധമതത്തിലേക്ക് പോകേണ്ടി വന്നേ? ഇവിടെ നിങ്ങൾ പറയുന്ന ഈ ധ്രുവീകരണം ഉണ്ടല്ലോ, ഇന്ത്യക്ക് ധ്രുവീകരണമല്ല ആവശ്യം. ഓരോ മതവിശ്വാസിക്കും അയാളുടെ മതവിശ്വാസം വ്യക്തിപരമായ അനുഷ്ഠാന ആചാരത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രത്തിൻ്റെ പൊതുകാര്യം മതനിരപേക്ഷത തന്നെയാണ്. ആ മതനിരപേക്ഷതയെ നിങ്ങൾ തകർക്കാൻ പല വഴിയിലൂടെയും പരിശ്രമിക്കും. അങ്ങ് ഒരു പക്ഷേ പഞ്ചസാരയിൽ പുരട്ടിയത് നൽകും, മറ്റുള്ളവർ കുറച്ചുകൂടെ അക്രമകമായിട്ട് അതിനകത്ത് നൽകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. മതനിരപേക്ഷത എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഗാന്ധിജിയിലേക്ക് വന്നാൽ, ഗാന്ധിജി എന്തിനാ സാർ ഈ വിഭജന കാലത്ത് 5 ദിവസം നിരാഹാരം കിടന്നത്? പാകിസ്ഥാന് കൊടുക്കണമെന്നുള്ള തുക കൊടുക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇനി ഗാന്ധിജിയുടെ തുടക്കകാലത്ത് അദ്ദേഹം ജാതിയെ ന്യായീകരിച്ച ആളാ, ചാതുർവർണ്ണ്യം എന്നുള്ളത് ശരിയാണെന്ന് വാദിച്ച ആളാ.
ആ ഗാന്ധിജി 2 ഗുരുക്കന്മാരുടെ മുമ്പിൽ ചെന്ന് അത് തിരുത്തിയത്. ഒന്ന് മഹാത്മാ രവീന്ദ്രനാഥ ടാഗോർ, മറ്റൊന്ന് മഹാനായ ശ്രീനാരായണ ഗുരു. അവർ രണ്ടുപേരുമാണ് ഗാന്ധിജിയോട് പറഞ്ഞത്, ഇത് ദൈവനിശ്ചയമല്ല, ജാതി ദൈവനിശ്ചയമല്ല, നിങ്ങൾ പറയുന്ന പോലെ ദൈവനിശ്ചയമല്ല എന്ന് പറയുകയും ജാതിക്കതീതമായ ഒരു സ്വഭാവം വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തുകയും ഗാന്ധിജിയുടെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹം ഇന്നലെ പറഞ്ഞതിൽ പെശകുണ്ടെങ്കിൽ ഇന്നത് തിരുത്തുകയും ഞാൻ എൻ്റെ അഭിപ്രായം ഏറ്റവും അവസാനം പറഞ്ഞതാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മഹാത്മാഗാന്ധിജി. അതുകൊണ്ട് നിങ്ങൾ ഈ ഹിന്ദുമത ധ്രുവീകരണമാണ് ഏറ്റവും ശരിയായ ഒരു പാത എന്ന് പറയുമ്പോൾ ജാതിപരമായി ഭിന്നിപ്പിക്കുക, മതപരമായി ഒന്നിപ്പിക്കുക എന്നുള്ള വർഗീയതയുടെ ഒരു രാഷ്ട്രീയം അവിടെ പ്രകടമാകുന്നുണ്ട്. ഇവിടെ ഈ സിനിമയും മറ്റ് ആവിഷ്കാര രൂപങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏത് വിധത്തിലാണ് ഒരു മതധ്രുവീകരണം, ഇപ്പോൾ വടക്കേന്ത്യയിലാണെങ്കിൽ ഒരു ഇറച്ചി കൈവശം വെച്ചിരിക്കുന്ന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു ധ്രുവീകരണം ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വർഗീയ കലാപം നടത്തിയാൽ അതിൻ്റെ പേരിൽ ധ്രുവീകരണം ഉണ്ടാവും. കേരളത്തിൽ വർഗീയ കലാപം പരീക്ഷിച്ചു നോക്കി, കേരളത്തിൽ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി നോക്കി, ഏതെല്ലാം വിധത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കാവോ അതെല്ലാം നടത്തി നോക്കി. അത് കേരളത്തിൻ്റെ ഒരു സുമനസ്, കേരളത്തിൻ്റെ ഒരു സുഹൃതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹിക പ്രവർത്തനമോ മാത്രമല്ല, കേരളത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. ആ പാരമ്പര്യം ഇവിടെ മതങ്ങൾ, ഇപ്പോൾ ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ്, ക്രിസ്തു മതം ആവിഷ്കരിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഭൗതിക സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കടൽ കടന്ന് നൂറുകണക്കിന് ആശയങ്ങൾ, സംസ്കൃതികൾ, കലകൾ, സംസ്കാരങ്ങൾ, പുസ്തകങ്ങൾ, പഠനങ്ങൾ ഇതെല്ലാം ഇവിടേക്ക് വന്നതാ. ഇത് നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. മുഗൾ രാജവംശ ഉപനിഷത്ത് ട്രാൻസ്ലേറ്റ് കേരളത്തിന് ഇതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അഡ്വക്കേറ്റ് തൊഹാനി, ഇവിടെ ഞാൻ പറയുന്നത് ഇത് പക്ഷേ കേരളത്തിൽ നടക്കുന്ന സംഗതി തന്നെയാണ്. ഇത്തരം സിനിമകൾ കേരളത്തെക്കുറിച്ച് വരേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ആളുകളും കേരളത്തിൽ ഉണ്ടല്ലോ. അതുണ്ടാക്കാൻ പോകുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നതിനെ നാം ചെറുതായി കാണേണ്ടതുണ്ടോ? അത്തരം സിനിമകൾ കേരളത്തിൽ വരണം എന്ന് പറയുന്നതിന് അതിന്റെ സ്വാധീനം, അല്ലെങ്കിൽ അത് ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രശ്നത്തിലേക്കാണ്. അതായത് അത്തരം സിനിമകൾ നമ്മുടെ കേരളത്തിൽ വരുന്ന സമയത്ത് ഇതുപോലെ വർഗീയ വേർതിരിവുണ്ടാകാം, വർഗീയ പ്രചാരണങ്ങളുടെ ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഇത് മാറും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെതിരെ എന്തുകൊണ്ട് സർക്കാർ ഇപ്പം ഇതിന്റെ മുൻപ് കേരള സ്റ്റോറി ഒന്നുണ്ടായ സമയത്ത് അത് ബംഗാളിൽ നിരോധിച്ചതാണ്. അതിന്റെ റിലീസ് ബംഗാളിൽ നടക്കില്ല, അതിന്റെ പ്രദർശനം ബംഗാളിൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് ബംഗാളിലെ പീസ് ആൻഡ് ഹാർമണിയെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള മമതാ ബാനർജി അതവിടെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിന്റെ പേര് ആവർത്തിച്ച് വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കിക്കൊണ്ട് എന്താണ് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു വെക്കുന്നത്? അത് മുഖ്യമന്ത്രിക്ക് നിയമപരമായിട്ട് പോകാനുള്ള തടസ്സം എന്താണ്? കേരളത്തെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം 2018 കേരള സ്റ്റോറി ആദ്യത്തെ ഭാഗം ഇറങ്ങിയപ്പോൾ അന്ന് കൃത്യമായിട്ട് ഇടപെടൽ നടത്താത്തതിന്റെ, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ആ ഭരണകൂടം അതിനെതിരെ കേരളത്തിൽ നിരോധിക്കുക എന്നത് പോസിബിൾ അല്ല. ബംഗാളിന് അതിൽ വിജയിക്കാനും കഴിഞ്ഞില്ലല്ലോ. നമുക്ക് പത്മാവത് സിനിമയുടെ ഒക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കോടതിയുടെ തീർപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പ്രദർശനം തടയാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് അറ്റ്ലീസ്റ്റ്, പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും, അതായത് അതിനെതിരെ എന്ന് കൃത്യമായിട്ടുള്ള രൂപത്തിലേക്ക് അതിനെതിരെ നിയമപരമായിട്ട് ഇപ്പം കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് കൊടുക്കലാണ്. അത് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും നല്ലതാണെന്ന് അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. നാഷണൽ ബേസിലുള്ള ഒരു സിനിമ നിരോധിക്കാൻ കഴിയില്ല. തൊഹാനി നല്ല വക്കീലല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാലോ. നമുക്ക് പോകാൻ പറ്റില്ല. നിലപാട് പറഞ്ഞത് അത് മെസ്സേജ് കൊടുത്തല്ലോ. CM തന്നെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. നിലപാട് വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ നിലപാട് CM പറഞ്ഞല്ലോ. ഇക്കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെറും മലയാളത്തിൽ എഴുതിയത് കൊണ്ട്, മലയാളത്തിൽ മാത്രം എഴുതിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റോ തൊഹാനി, അതൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ട് രാജ്യം മൊത്തം പരന്നു കഴിഞ്ഞു. തൊഹാനി,
അതൊക്കെ ശരി മനസ്സിലാക്കുക. അതുകൊണ്ട് സർക്കാർ കേരളത്തിലെ CPM-ന്റെ പ്രശ്നം അതാണ്. ഇന്ത്യയിലെ അതേസമയം മറ്റു പല സർക്കാർ മാധ്യമങ്ങളും കുറച്ചുകൂടി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനും പ്രതിഷേധ സ്വരവും ഉയർത്തേണ്ടതുണ്ട് എന്ന് അഭിപ്രായം പറയുകയാണ് MSF-ന്റെ പ്രതിനിധി. ശരി, NP ചക്കുട്ടി, അങ്ങനെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ എടുക്കുകയോ ഒരു നാഷണൽ വൈഡ് ക്യാമ്പയിനിലേക്ക് പോവുക, സുപ്രീം കോടതിയിൽ പോയി ഈ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ നിയമത്തിനെതിരാണ്, അതുകൊണ്ട് ഈ കണ്ടന്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു സുശക്തമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോവുക പോലെയുള്ള സംഗതികളിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് കേരളം അവിടെ കിടക്കില്ലേ? അല്ല, കേരളത്തിൽ തീർച്ചയായും വളരെ ശക്തമായിട്ട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. നമ്മളത് ചെറുതായിട്ട് കാണരുത്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിന് ഇങ്ങനെ റേഷ്യൽ പ്രൊഫൈലിങ്ങിന് വിധേയമാക്കുന്ന, അത് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെയും സഹായത്തോടുകൂടിയും പ്രോത്സാഹനത്തോടുകൂടിയും നടക്കുന്ന ഈ റേഷ്യൽ പ്രൊഫൈലിങ്ങിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം കേരളത്തിലുണ്ട്. അതിന് കക്ഷി രാഷ്ട്രീയപരമല്ല, അത് കേരളീയ സമൂഹം പൊതുവിൽ തന്നെ അതിനെ അതിശക്തമായിട്ട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ കക്ഷി BJP പോലുള്ള ആളുകൾ, ഞാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയൊക്കെ അത് കണ്ടു. അദ്ദേഹം പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല ഇത്. ഒരു പ്രദേശത്തെ, ഒരു സമൂഹത്തെ, ഒരു നാട്ടിനെ അപമാനിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടവും വേണം, അല്ലാത്ത ഈ തരത്തിലുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ വേണം. അത് നിരോധനം പോലുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയുള്ളൂ. കാരണം അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് നിയമപരമായ പ്രശ്നമുണ്ട്. രാഹുൽ, ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചയിലൊക്കെ ഒരു പൊതുവായ മൂഡ് എന്താണ്? ഞാൻ 2-3 ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്നു. വളരെ ശക്തമായി തന്നെ, ബാലൻസ്ഡ് ആയി തന്നെ ഇത്തരം ഹെയ്റ്റ് പ്രൊപ്പഗാൻഡകൾ പാടില്ല എന്നാണ് എനിക്ക് കിട്ടിയ സ്പേസിൽ പറഞ്ഞത്. പെട്ടെന്ന് 2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, സിനിമയിൽ കള്ളത്തരം നമുക്ക് പറയുന്നതിന് പ്രശ്നമില്ല, നമ്മുടെ ചർച്ചകളിൽ നമ്മൾ കള്ളം പറയരുത്. ഇത് കേരള സ്റ്റോറിയുടെ പ്രൊഡ്യൂസർ കേരളത്തിൽ നിന്ന് 32,000 സ്ത്രീകൾ കൺവേർട്ട് ചെയ്ത് പോയി എന്ന ടീസർ പിൻവലിക്കും എന്ന് ഹൈക്കോടതിക്ക് കൊടുത്ത ഉറപ്പിന്റെ നാഷണൽ മീഡിയ നൽകിയ വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പക്ഷേ ഗോപൻ സാറിനോടാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് തന്നെ പറയുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഗാന്ധിജി ഇടതുപക്ഷ നേതാക്കളെ സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം കുറച്ചുപേരെ കാണുന്നുണ്ട്. ഗാന്ധിജി അവരോട് പറയുന്നത്, നമ്മൾ ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിക്കണം. ഞാൻ സോഷ്യലിസ്റ്റ് ആണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്, പക്ഷേ ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിക്കണമെന്നാണ്, മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്നല്ല. ഓരോ കമ്മ്യൂണിറ്റിക്കും ഒരു കമ്മ്യൂണിറ്റി സ്വത്വമുണ്ട്. ഈ സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്തം വേണം. 2, ഈ ചർച്ചയെ തന്നെ നോക്കിയാൽ മതി. ഹിന്ദുക്കൾക്കെല്ലാം ക്യാൻസർ എന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഹിന്ദു ഇരവാദം ഉണ്ടാക്കാൻ നമ്മുടെ ചില സഹോദരങ്ങളും സുഹൃത്തുക്കളും ശ്രമിക്കുമ്പോൾ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഷയിൽ ഇതല്ല ഹിന്ദു ഐക്യത്തിന്റെ വഴിയെന്നും ഒരു ഗാന്ധിജിയുടെ വഴിയുണ്ടെന്നും, അതാണ് പൂന പാക്ട് അടക്കം നമ്മൾ കണ്ടത്. ഗാന്ധിജി ഹിന്ദു ഐക്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. ഇനി ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാബാ സാഹേബ് അംബേദ്കർ മതം മാറിയ സമയത്ത് ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഗാന്ധിജി ബാബാ സാഹേബ് അംബേദ്കറുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിരാഹാരം കിടക്കുമായിരുന്നു, നിങ്ങൾ ഹിന്ദു മതം വിട്ടുപോകരുതെന്ന് പറഞ്ഞു. ഗാന്ധിജി അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. നമുക്ക് ഗോഡ്സേയുടെ മാർഗം വേണ്ട, പക്ഷെ ഗാന്ധിയുടെ ലക്ഷ്യം വേണം. എന്നാൽ മാത്രമേ ഇത്രയും ബഹുസ്വരമായ രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഗാന്ധി ഈസ് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ബ്രിട്ടീഷ് എംപയർ എന്ന് ശശി തരൂർ രേഖപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. എന്നാൽ മതസൗഹാർദ്ദവും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയ നിലപാടെടുത്തതാണ്. മതേതരത്വത്തിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഒതുങ്ങില്ല. നെഹ്റുവിയൻ സെക്കുലറിസം കൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഗാന്ധിയൻ ബഹുസ്വര ഫ്രെയിംവർക്ക് വേണം. ആ മതനിരപേക്ഷതയുടെയും സാമുദായിക ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഫ്രെയിംവർക്ക് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. അതിനെല്ലാവരും നമ്മുടെ മുമ്പിലുള്ള മാർഗം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു രാഹുൽ ഈശ്വർ, ഹിന്ദു ഏകീകരണം പറയുമ്പോൾ ഒപ്പം ഷാബു ചർച്ചയിൽ പങ്കെടുത്തതിന്